ഹായ്, ഹലോ, നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പാലക്കാടിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്കാണ്. ജസ്റ്റ് ഡ്രൈവറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് കാണാം നെല്ലിയാമ്പതിയിലെ വിശേഷങ്ങൾ. ഇന്നവിടെ എത്തിയപ്പോൾ ഒരു കാട്ടാനയെ കാണാൻ പറ്റി. നെല്ലിയാമ്പതി കാടിനകത്തുകൂടെയുള്ള ചെറിയൊരു ട്രക്കിംഗ് ആണ് നമ്മൾ ഇനി ആസ്വദിക്കാനായി പോകുന്നത്. ഇതിലൂടെ അധികം ആർക്കും പ്രവേശനമില്ല, പ്രൈവറ്റ് റോഡാണ്. ഈ വഴിയിലെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലൂടെ ഒരു സമയം ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് തിരിച്ച് വരണമെങ്കിൽ കുറെ ദൂരം പോയി അവിടുന്ന് ഒരു യൂട്ടേൺ എടുത്ത് വേണം വരാൻ. അതിനുള്ള ഉള്ളിലേക്കുള്ള കുറച്ച് വഴിയിൽ അതിന്റെ ഗ്യാപ്പുകളുണ്ട്. അവിടെ നിർത്തിയിട്ട് മാത്രമേ നമുക്ക് വണ്ടി തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഓൾറെഡി വിളിച്ചു പറഞ്ഞ് അറിയിക്കും. അതിൻ്റെതായ ആൾക്കാരെ അറിയിക്കും, എന്നെ പോലെ ഒരു വണ്ടി മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്നുണ്ടെന്ന്. കാടിനുള്ളിലേക്ക് 15 കിലോമീറ്റർ ദൂരം ഉണ്ട് നമ്മളിപ്പോൾ പോകുന്ന വഴി. വൺ സൈഡ് ഒരു വണ്ടി മാത്രമേ വരുള്ളൂ. വളരെ അപകടം നിറഞ്ഞൊരു റോഡ് കൂടിയാണിത്. എല്ലാവർക്കും നമ്മൾ റോഡിൽ ഓടിക്കുന്നു എന്നുള്ള ഒരു പരിചയം വെച്ചിട്ടൊന്നും ഈ റോഡിലൂടെ ഓടിക്കാൻ പറ്റില്ല. താഴേക്ക് പോയാൽ അഗാധമായ കൊക്കയാണ്, വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല, അറിയും കൂടിയില്ല. അതാണ് ഇതിനേക്കാളും വലിയൊരു ഹൈലൈറ്റ്. അതാണ് നമ്മൾ ഇവിടുന്ന് ആരെയും അറിയിക്കാതെ ഇതിലങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നൊരു വണ്ടി വരുന്ന ആൾക്കാർക്ക് അതറിയാൻ പറ്റുള്ളൂ. ഇത് നെല്ലിയാമ്പതി എസ്റ്റേറ്റിൽ പെടുന്നത് തന്നെയാണ്. AVT കമ്പനിയുടെ എസ്റ്റേറ്റ് ആണ് നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഫ്രീ ആയി വീഡിയോ എടുക്കാനായി ഞാൻ KSRTC ബസ്സിലേക്ക് കയറി എൻ്റെ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടു. ഇനി KSRTCയിലാണ് യാത്ര. ഈ ഒരു മഴക്കാലത്ത് മാത്രമാണ് നമുക്ക് ഇത്രയും കോട നെല്ലിയാമ്പതിയിൽ വന്നാൽ കാണാൻ പറ്റുകയുള്ളൂ. ഓഫ് ഡേയ്സുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങോട്ട് സഞ്ചാരികൾ എത്താറുള്ളത്. നമുക്കും വർക്ക് വരുന്ന സമയം ഈ ഓഫ് ഡേയ്സിലാണ് കൂടുതലും. വണ്ടികൾ ശ്രദ്ധിക്കാതെ ഓടിച്ച് ആക്സിഡന്റുകളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെയാണ് ആ കൽവെട്ടിന്റെ ഒക്കെ ഭാഗങ്ങൾ കണ്ടത്. ഇവിടെ അധികമായി അപകടങ്ങൾ ഉണ്ടാകുന്നത് അവിടെയുള്ള നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കൊണ്ടോ ഇല്ലെങ്കിൽ വന്യജീവികളുടെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. അവിടെ ഓടിക്കുന്ന നമ്മുടെ ഡ്രൈവർമാരുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് അവിടെ അധികമായി അപകടങ്ങളെല്ലാം കണ്ടുവരുന്നത്. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go.
ഇവിടെ വഴിയരികളിലായിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ നിന്നിട്ട് വീഡിയോ എടുക്കുന്നതെല്ലാം കണ്ടു. കുഴപ്പമില്ല, ആ വെള്ള വരയുടെ അപ്പുറത്ത് വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോകളൊക്കെ എടുക്കുക. ഈ ഇത്രയും കോടമഞ്ഞത്ത് വരുന്ന ഒരു വണ്ടി അങ്ങനെ പെട്ടെന്ന് നമുക്ക് കാണില്ല. നല്ല കോടയുള്ള സമയത്ത് നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും സേഫായി വണ്ടി ഒതുക്കി നിർത്തിയിട്ട് വീഡിയോ എല്ലാം എടുക്കുക. എനിക്ക് ഇറങ്ങേണ്ടത് ഇനി അടുത്ത് വരുന്ന വ്യൂ പോയിന്റിലാണ്. അവിടെയാണ് നമ്മൾ കാറ് ഇട്ടിരിക്കുന്നത്. ഈ വ്യൂ പോയിന്റ് നമ്മൾ മല കയറുമ്പോൾ കണ്ട ആ ഒരു പ്രതിനിധി അല്ല ഇപ്പൊ മൊത്തം കോട വന്ന് മൂടി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്നാലും നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തു. ഇനി തിരിച്ചുവരെ ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു വലിയ കാട്ടുപോത്തിനെ അവിടെ കാണാൻ പറ്റി. അത് പാവം അവിടെ നിന്ന് മേഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അതിനെ ശല്യപ്പെടുത്താൻ പോയില്ല, അത് നമ്മളെ ഒന്നും ചെയ്തു. അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. This